കേട്ടു. ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹോംസ് ബൈ അഖില. ഈ വർഷത്തെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ നിറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ആ ക്രിസ്മസിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ക്രിസ്മസിൻ്റെ മുന്നൊരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ 2 ദിവസം മുന്നേ തുടങ്ങും, പാചകമായിട്ടും പുൽക്കൂടുണ്ടാക്കലും ഒക്കെ ആയിട്ട്. അപ്പോൾ 24-ാം തീയതി രാത്രിയിൽ എല്ലാ വീട്ടിലും പടക്കമൊക്കെ പൊട്ടിക്കുന്നത് കേട്ടപ്പോൾ എനിക്കും തോന്നി ഒന്ന് ഞങ്ങൾക്ക് കുട്ടികളെയൊക്കെ കൂട്ടി വെറുതെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. ഏതായാലും ഔസൂനാണെങ്കിൽ ഉണ്ണീശോയുടെ കറക്റ്റ് പ്രായം, പുൽക്കൂട്ടിലൊക്കെ വെക്കുന്ന ഉണ്ണീശോയെ പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ യേശുപിതാവിനെ മാതാവിനെയൊക്കെ വേഗം തന്നെ ഒന്ന് ഷോളൊക്കെ ഇട്ട് റെഡിയാക്കി ഞാനൊരു ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടോ. അപ്പോൾ എന്തായാലും ഇവരെ ഒരേ വലുപ്പം ആകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ വർഷം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഫോട്ടോസൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് കുട്ടികളുടെ. പക്ഷേ അവരെ വെച്ചിട്ടുള്ള ഫോട്ടോസ് ഒന്ന് എടുക്കുക എന്ന് വെച്ചാൽ 3 ദിശയിലേക്ക് എപ്പോഴും നോക്കുകയുള്ളൂ. അപ്പോൾ അത്രയും പാടാണ് ഒരാളെ വെച്ച് പോലും എടുക്കണമെങ്കിൽ. അപ്പം 3 പേരുടെ കാര്യം പറയണ്ടല്ലോ. ഈ പച്ച നിറത്തിലുള്ള പുല്ല് കണ്ടോ, ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ഉണ്ണീശ പുല്ല് കേട്ടോ. ഓരോ നാട്ടിലും ഓരോ പുല്ലിനാണ് ഉണ്ണീശ പുല്ലെന്ന് പറയുന്നത്. കല്യാണം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഈ പുല്ലൊക്കെയാണ് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാണ്. നേരത്തെ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം മലഭാഗത്തൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അവിടുന്ന് കൊണ്ടുവന്നതാണേ. ഈ പുല്ലുണ്ടെങ്കിൽ ഈ പുല്ലിൻ്റെ മുകളിലാണ് നമ്മൾ ഉണ്ണീശോയും രൂപങ്ങളും ഒക്കെ വെക്കുന്നത്. കുറച്ചേ ഉള്ളത് കൊണ്ട് ഉണ്ണീശോനെ മാത്രം പുല്ലേ കിടത്തി. ക്രിസ്മസിന്റെ തലേദിവസം തന്നെ ഞങ്ങൾക്കൊരു ക്രിസ്മസ് കാർഡ് വന്നു കേട്ടോ. ഈ കാലത്ത് കുറേ നാൾ കൂടിയാണ് ഞാനൊരു ക്രിസ്മസ് കാർഡ് കാണുന്നത്. ഫോണൊക്കെ വന്ന ശേഷം ക്രിസ്മസ് കാർഡിൻ്റെയൊക്കെ ഉപയോഗവും കാഴ്ചയൊക്കെ വളരെ കുറഞ്ഞല്ലോ. ഇത് ആൻഡമാനിലുള്ള ഞങ്ങളുടെ ഒരു ഫാമിലിയും കുട്ടികളും കൂടി എഴുതി തന്നതാണ്. എനിക്കും ഉണ്ടായിരുന്നു ഒരു ക്രിസ്മസ് കാർഡ്, അത് വീട്ടിലിരിപ്പുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കുട്ടികളൊക്കെ ശരിക്കും ഈ ക്രിസ്മസ് കാർഡ് അയക്കുകയൊക്കെ ചെയ്യുമ്പോൾ അഡ്രസ്സൊക്കെ നമ്മൾ എത്ര ഒരു സന്തോഷത്തോടു കൂടിയല്ലേ അയക്കുന്നത്. ഈ നമ്മുടെ അമ്മ വീട്ടിലേക്ക് പോലും ക്രിസ്മസ് കാർഡ് അയക്കും. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആ കാർഡ് വരുമ്പോൾ നമുക്കും ഒരു സന്തോഷം. ഓ, ഞാൻ എഴുതിയ അക്ഷരങ്ങളൊക്കെ ദാ ഇവിടെ എത്തി, ഞാൻ എഴുതി വിട്ട കാർഡ് ആശംസകളൊക്കെ ഇവിടെ എത്തി. ആ ഒരു സന്തോഷം ഒരിക്കലും ഒരു മെസ്സേജിന് തരാൻ പറ്റില്ല. ഈ ക്രിസ്മസ് കാർഡൊക്കെ കണ്ടപ്പോൾ അടുത്ത വർഷമെങ്കിലും നമ്മുടെ കുട്ടികളെ കൊണ്ട് ക്രിസ്മസ് കാർഡൊക്കെ അയപ്പിക്കണമെന്ന് ഒരു ആഗ്രഹമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ബന്ധങ്ങളെ അറിയാനും നാടറിയാനും ഒക്കെ എന്തായാലും പ്രയോജനപ്പെടുമല്ലോ. പള്ളിയിൽ പോയിട്ട് വന്ന ശേഷം ഞങ്ങളൊരു കേക്ക് മുറിക്കും. അതൊരു പ്ലം കേക്ക് തന്നെ ആയിരുന്നാൽ എല്ലാവർക്കും വളരെ സന്തോഷമാണ് കേട്ടോ. ആ കേക്കിൻ്റെ ഒരു ബലത്തിലാണ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഞങ്ങൾ തയ്യാറാക്കുന്നത്. രാവിലെ പള്ളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇറച്ചിയുടെ മീനിൻ്റെ ഒക്കെ മണം അടിച്ചിട്ട് നമുക്ക് കൊതിയും വരും, അതുപോലെ നല്ല വിശപ്പുമായിരിക്കും. ഈ പ്ലം കേക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള പടിഞ്ഞാറേക്കര ബേക്കേഴ്സിൻ്റെ ആണ് കേട്ടോ. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നതാണ്, എല്ലാ വർഷവും അവിടെ നിന്നാണ് കേട്ടോ ഇപ്പോൾ കേക്ക് എടുക്കുന്നത്. റിച്ച് ആയിട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള നല്ല പ്ലം കേക്കാണ് കേട്ടോ. കേട്ടു. അമ്മച്ചിയുടെയൊക്കെ വീട്ടിൽ പോവാം. വിതച്ചു ഇറങ്ങി അവൾ ഓടി പടി കടന്നു. പടി കടന്നു, പറഞ്ഞു മല കടന്നു. പാടാൻ എളുപ്പമുള്ളൂ. ഭക്ഷണത്തിന് ശേഷം നമ്മൾ തറവാട്ടിലും അതുപോലെ അടുത്തുള്ള ചാച്ചന്മാരുടെ വീട്ടിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യും കേട്ടോ. ഏത് വിശേഷ ദിവസങ്ങളായാലും ഞങ്ങൾ ഇതുപോലെ ഒന്ന് കറങ്ങിയടിച്ച് നടക്കാറുണ്ട്. അപ്പം അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയുകയും ചെയ്യാം. അമ്മച്ചിയൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് വലിയ സന്തോഷമാണ്. നമ്മളൊന്ന് ചെല്ലുകയും കുട്ടികളൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുകയും പഴയ ക്രിസ്മസിൻ്റെയൊക്കെ ഓർമ്മകളൊക്കെ ഇങ്ങനെ പുതുക്കി സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്.
ക്രിസ്മസും ഇവിടെ അടുത്തുള്ള അമ്പലത്തിലെ ഉത്സവം ഒക്കെ ഒരുമിച്ചാണ് കേട്ടോ വരുന്നത്. അപ്പൊ ഇതിനൊക്കെ ശേഷം ഞങ്ങളൊരു എൻഗേജ്മെന്റിനായിട്ട് ചങ്ങനാശ്ശേരിക്ക് പോവാണ് കേട്ടോ. International Convention Center Road. Then your destination. നമ്മൾ തിരിച്ചു പോരുന്ന വഴി പലയിടത്തും വലിയ ക്രിസ്മസിന്റെ ഒക്കെ ആഘോഷങ്ങളും സെലിബ്രേഷനും അതുപോലെ പടക്കം പൊട്ടിക്കുന്നതും പെരുന്നാളും ഒക്കെ കണ്ടു. ഞങ്ങൾ ഇതുവരെ പടക്കമൊന്നും പൊട്ടിച്ചില്ല. അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ ഒരു വിഷമം ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ 24-ാം തീയതി ക്രിസ്മസ് കഴിഞ്ഞ ശേഷം നമ്മൾ പടക്കം പൊട്ടിക്കുന്നുള്ളൂ. അപ്പം അന്നാണെങ്കിൽ ഉറക്കം കാരണം മടിയായി. പിന്നെ 25-നാണ് നമ്മൾ എനിക്ക് ചങ്ങനാശ്ശേരിക്ക് പോരുകയും ചെയ്തല്ലോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് 28-ാം തീയതി കുഞ്ഞി പൈതങ്ങളുടെ തിരുനാളുണ്ടായിരുന്നു. അന്ന് രാത്രി ഈ പേരും പറഞ്ഞ് ഞങ്ങളൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഇത് കളറുള്ളതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മുമ്പത്തെ ക്രിസ്മസ് ഒക്കെ കാണുമ്പോൾ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ക്രിസ്മസുകളാണ് ഏറ്റവും രസകരമായിരുന്നത്. ഈ വർഷം ഞങ്ങൾ പലരും പല വഴിക്കൊക്കെ ആയി പോയി. അതുകൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ചില്ലാത്തതിൻ്റെ ഒരു വലിയ ദുഃഖമുണ്ട് ഞങ്ങളുടെ ഉള്ളിൽ. ഒരുമിച്ച് വരുന്ന ക്രിസ്മസുകൾക്കാണ് എപ്പോഴും ഏറ്റവും മധുരം കൂടുതൽ. പക്ഷെ ഇത്തവണ അത്രയില്ലെങ്കിലും അമ്മച്ചിയുടെ കൂടെയൊക്കെ പറ്റുന്ന പോലെ ഞങ്ങൾ ആഘോഷിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് ക്രിസ്മസിൻ്റെ ഈ വർഷത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ എല്ലാ ക്രിസ്മസിൻ്റെ വീഡിയോകളും ഞങ്ങൾക്കൊരു ഓർമ്മകളാണ് കേട്ടോ. അതുകൊണ്ടാണ് ചെറുതാണെങ്കിലും ഈ വീഡിയോയും കൂടി എടുക്കണമെന്ന് തന്നെ തീരുമാനിച്ചത്. നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. എന്നോട് പറഞ്ഞോ